രണ്ടാം ഘട്ടം വോട്ടെടുപ്പിന് ഇന്ത്യ പോളിംഗ് ബൂത്തിൽ എത്തിക്കഴിഞ്ഞു. രാവിലെ മുതൽ വോട്ടെടുപ്പ് തുടരുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണയും മുന്നണികൾ. ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള അവകാശവാദവുമായി BJP നേരത്തെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇത്തവണ രണ്ടാം ഘട്ടത്തിൽ വലിയ സാധ്യതകൾ തമിഴ്നാടടക്കം പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ വലിയ കണക്കുകൂട്ടലാണ് കോൺഗ്രസും രാഹുലും. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട്ടിലെ പ്രചാരണ പരിപാടികളിലുടനീളം കോൺഗ്രസ് നേതൃത്വം DMK-യുമായി ചേർന്ന് ഇടതു പാർട്ടികളുമായുള്ള സഖ്യവുമായി ചേർന്നൊക്കെ വലിയ തിരക്കിട്ട പ്രചാരണ പരിപാടികളായിരുന്നു. ഒരേ വേദി പങ്കിടുന്നു. CPM നേതാവിന്റെ പ്രചാരണ പരിപാടിയിൽ രാഹുലിനെ അനുമോദിച്ചുകൊണ്ട് CPM നേതാക്കൾ അങ്ങനെ വലിയ രാഷ്ട്രീയ ചരടുവലികളിലൂടെ തമിഴ്നാട് കടന്നു പോകുമ്പോൾ ഇത്തവണ തമിഴ്നാടിന്റെ ചിത്രത്തിൽ തെളിയുന്നത് DMK ആണെങ്കിൽ ആ സാധ്യതകളെല്ലാം UPA-ക്ക് അനുകൂലമാകുമെന്ന് രാഹുൽ ഗാന്ധി കണക്കുകൂട്ടുന്നുണ്ട്. 210 സീറ്റെങ്കിലും ഉറപ്പിക്കാനാകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് രണ്ടാം ഘട്ടത്തിൽ ഇന്ത്യ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആദ്യഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പല മണ്ഡലങ്ങളിൽ നടന്നത്. വലിയ ഭൂരിപക്ഷമുള്ള ഒരു സാധ്യതയ്ക്കൊക്കെ BJP-യും NDA-യും ഒക്കെ കണക്കുകൂട്ടുമ്പോൾ വോട്ടിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. ഏതായാലും മൂന്നാം ഘട്ടം രാജ്യം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മൂന്നാം ഘട്ടത്തിലാണ് കേരളം പോളിംഗ് ബൂത്തിലെത്തുക. ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടിടലിൽ കേരളം ആർക്കൊപ്പം നിൽക്കും, കേരളത്തിന്റെ ജനമനസ് ഇത്തവണ എങ്ങനെ ചിന്തിക്കും, ആ 20 സീറ്റുകൾ വളരെ നിർണായകമാണ്. UPA സർക്കാർ അധികാരത്തിലെത്തുമെന്ന് കണക്ക് കൂട്ടുന്നിടത്ത് 20 സീറ്റുകളിലും വലിയ വിജയം ഉണ്ടാക്കാനായാൽ UDF-നെ സംബന്ധിച്ച് അത് വലിയൊരു നേട്ടമായിരിക്കും. അതേസമയം LDF-നായാൽ പോലും ആ ഒരു മുൻതൂക്കം ലഭിച്ചാൽ അതും അനുകൂലമാവുക, അനുഗ്രഹമാവുക UPA-ക്കും രാഹുലിനുമായിരിക്കും. കാരണം സഖ്യം വിശാല സഖ്യവുമായി കേന്ദ്രത്തിൽ UPA മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ CPM-യുമായുള്ള അണ്ടയ നീക്കങ്ങളുമായി പോകുമ്പോൾ അതൊക്കെ അനുഗ്രഹമാകുമെന്ന് തന്നെയാണ് രാഹുൽ കണക്കുകൂട്ടുന്നത്. അതേസമയം BJP-യെ സംബന്ധിച്ച് ഇത്തവണ മൂന്നാം ഘട്ടത്തിൽ കേരളം പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും മുന്നേറ്റം ഉണ്ടാക്കാനാകും, അടിത്തറ മെച്ചപ്പെടുത്താനാകും. തിരുവനന്തപുരം സീറ്റിൽ നന്നായി കണ്ടുവെക്കുന്നുണ്ട് BJP. അവസാനവട്ട പണികൾ പുരോഗമിക്കുന്നതും ആ രീതിയിൽ തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറി മറിഞ്ഞാൽ, അടിയൊഴുക്കുകൾ അന്തർധാരകളൊക്കെ സജീവമായി അവസാന നിമിഷം കാര്യങ്ങൾ മിന്നി മറിഞ്ഞു പോയാൽ കൈവിട്ടു പോകുമോ തിരുവനന്തപുരം എന്ന ആശങ്ക BJP ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസും ആ ആശങ്കയെ കൃത്യമായി മനസ്സിലാക്കി തീരമേഖലയിലടക്കം വലിയ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പ്രത്യേകിച്ചും ലത്തീൻ സഭയ്ക്ക് നിർണായക സ്വാധീനമുള്ള തിരുവനന്തപുരത്തെ തീരദേശ മേഖല ശശി തരൂരിനാണ് കഴിഞ്ഞ 2 തവണയും അനുകൂലമായി വിധിയെഴുതിയത്. ഇത്തവണ അവിടെ ഒരു കുമ്മനം മാജിക് കാണിക്കാനാകുമെന്ന് കരുതി കേന്ദ്ര നേതാക്കളെ അടക്കം രംഗത്തിറക്കി. പ്രത്യേകിച്ചും നിർമ്മലാ സീതാരാമന്റെ റോഡ് ഷോ ഉണ്ടായിരുന്നു തീരദേശ മേഖലയിൽ. അമിത്ഷാ വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലെത്തുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. വലിയൊരു ജനകീയ പരിവേഷം നേടിക്കൊണ്ട് BJP-ക്ക് മുന്നേറാനാകും, കുമ്മനത്തിന് മുന്നേറാനാകുമെന്ന് NDA കണക്കുകൂട്ടുന്നിടത്ത് കാര്യങ്ങൾ മാറി മറിയുമോ എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുകയാണ്. പ്രത്യേകിച്ചും LDF സിറ്റിംഗ് MLA C ദിവാകരനെ കണക്കിലെടുക്കുമ്പോൾ നെടുമങ്ങാട് C ദിവാകരനുള്ള വലിയ സ്വാധീനം. മുൻപും ദിവാകരനെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ വിജയങ്ങൾ നേടിയിട്ടുള്ള ഒരു നേതാവാണ്. വലിയ അട്ടിമറിയിലൂടെ അവസാനം LDF-ന്റെ കൈപ്പിടിയിൽ കാര്യങ്ങൾ നേടിക്കൊടുത്തിട്ടുള്ള ഒരു നേതാവാണ്. CPM-യുടെ സൗമ്യനായ മുഖമാണ് C ദിവാകരൻ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തെ വിവാദങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത്തവണ വലിയ മുന്നേറ്റം LDF ഉണ്ടാക്കുമെന്ന് തന്നെയാണ് തിരുവനന്തപുരത്ത് LDF-ന്റെ കണക്കുകൂട്ടൽ. ഈ രീതിയിൽ 3 പേരും ടൈറ്റായി തന്നെ ഇത്തവണ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലും സ്ഥിതി വ്യത്യസ്തമല്ല. അടൂർ പ്രകാശ് കൂടി കളത്തിലിറങ്ങിയതോടുകൂടി സമ്പത്തിന്റെ അപ്രമാദിത്വത്തിന് ചെറിയൊരു ഇടിവ് വന്നിട്ടുണ്ടെന്ന് UDF ക്യാമ്പുകൾ പറയുന്നു. അതേസമയം LDF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇത്തവണയും തങ്ങൾക്ക് തന്നെയാണ് സീറ്റ് എന്നാണ് സമ്പത്തിന്റെയും CPM-ഉം കണക്കുകൂട്ടുന്നത്. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് നിന്നും ആറ്റിങ്ങലിന്റെ മണ്ഡലത്തിലെത്തി വലിയ പ്രചാരണ പരിപാടികൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. വീടാന്തരം, ക്ഷേത്ര ദർശനങ്ങൾ, അമ്പലങ്ങൾ, ഉത്സവങ്ങൾ, അങ്ങനെ ജനക്കൂട്ടം തിങ്ങി നിറയുന്ന സ്ഥലങ്ങളിലൊക്കെ ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യമുണ്ട്. വലിയ വിജയമൊന്നും ആറ്റിങ്ങലിൽ ഒരു രീതിയിലും NDA കണക്കുകൂട്ടുന്നില്ല. പക്ഷെ വലിയ മുന്നേറ്റം കണക്കാക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാട്ടാക്കട നിയോജക മണ്ഡലത്തിലടക്കം നേടിയ വലിയ മുന്നേറ്റം ഇത്തവണ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിഴലിക്കും എന്ന് തന്നെയാണ് BJP-യുടെ കണക്കുകൂട്ടൽ. ഏതായാലും തിരുവനന്തപുരത്തും കൊല്ലത്തും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. കൊല്ലത്ത് ചെങ്കൊടികൾ തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ പ്രേമചന്ദ്രനാണോ ഇത്തവണ കളത്തിൽ നിറയുക, ബാലഗോപാൽ ആയിരിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. ഏതായാലും BJP നേതാവിന് വേണ്ടി KV സാബുവിന് വേണ്ടി ഇത്തവണ ദേശീയ നേതാക്കൾ കൊല്ലത്തും എത്തി എന്നുള്ളത് ശ്രദ്ധേയമാണ്. അങ്ങനെ തെക്കൻ കേരളത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം പത്തനംതിട്ടയിലടക്കം ത്രികോണ മത്സരം നടക്കുമ്പോൾ വടക്കൻ കേരളത്തിന്റെ മണ്ണിൽ ഇത്തവണ അട്ടിമറികളും അത്ഭുതങ്ങളും നടക്കുമോ അതും കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ചൊവ്വാഴ്ച വരെ കേരളത്തിന് ആകാംക്ഷയുടെ മുൻമുറിയുടെ നിമിഷങ്ങളാണ്. ഈ വോട്ടെടുപ്പ് ആർക്കനുകൂലമായിരിക്കും കേരളം ചിന്തിക്കുക എന്നുള്ളത് ഇനി തിരഞ്ഞെടുപ്പ് ചിത്രം വന്നതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ.